ാണ് പ്രവാസികൾക്ക് ഈ രാത്രികാലങ്ങളിൽ അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരുന്നത്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ കേടാകുന്നതിന് കാരണം എന്താണ്? ഇതിന് മെയിനായിട്ടും രണ്ട് കാരണങ്ങൾ, മൂന്ന് കാരണങ്ങൾ ഉണ്ട്. ഞാനും ഒരു പ്രവാസിയാണ്. പിന്നെ എനിക്കുണ്ട് ഈ ദുശ്ശീലങ്ങൾ, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മെയിനായിട്ടും ഫസ്റ്റ്ലി ചെയ്യുന്നത് ഉറക്കക്കുറവാണ്. ഇപ്പം പലതരത്തിൽ ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കുറഞ്ഞ ശമ്പളത്തിനൊക്കെ പണിയെടുക്കുന്ന കസ്തീരിയ, ഈ ഹൗസ് ഡ്രൈവർമാർ, അങ്ങനെയുള്ള ആൾക്കാർ, വലിയ വലിയ കമ്പനികളിൽ പണിയെടുക്കുന്നവർക്ക് കുഴപ്പമില്ല. അവർക്കൊരു 3, 4, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിയും. അപ്പോൾ അവർ ഫ്രീ ആവും. ബാക്കി വരുന്ന ഒരു 60-70% കുറച്ച് തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഈ ഷോപ്പുകളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 10 മണി, 11 മണി ഒരു ഇതിലൊക്കെ ആയിരിക്കും. ചില ആൾക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, ചിലപ്പോൾ പകലായിരിക്കും ലീവ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ ഉറക്കത്തിനെ അങ്ങ് ബാധിക്കും. പിന്നെ ഇപ്പോൾ ഈ താമസിച്ച് ഡ്യൂട്ടി കഴിഞ്ഞവർ വരുന്നവർ വെറുതെ ഇരിക്കില്ല. അവർ കുളിച്ച് അലക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ ഫോണിൽ കളിക്കും. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ദുശീലമാണ് ഫോണിൽ കളിക്കും. ഇങ്ങനെ ഫോണിലൊന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഇങ്ങനെ തുറന്നിട്ട് റീൽസും അതും ഇതൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഉറക്കത്തിനെ അങ്ങ് ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓരോരോ ശാരീരിക പ്രശ്നങ്ങളും കാലക്രമേണ, പെട്ടെന്ന് 1 കൊല്ലം 2 കൊല്ലം കൊണ്ടല്ല ഉണ്ടാവുന്നത്, കാലക്രമേണ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിനെ, അത് ആരോഗ്യത്തിനെ വല്ലാതെ ബാധിക്കും. കാരണം ഐഡിയൽ ടൈമെന്ന് വെച്ചാൽ തന്നെ ഒരു 9:30-10 മണിക്കുള്ളിൽ ഉറങ്ങി രാവിലെ ഒരു 5 മണിക്കുള്ളിൽ എഴുന്നേൽക്കലാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം. പിന്നെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തിന് ആയിരിക്കും, എടാ വാടാ ഒരു ചായ കുടിക്കാൻ പോവാം, പോയി ചായ കുടിക്കും. രാത്രിയൊക്കെയാണ് ചായ കുടിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും കഴിക്കുമെന്ന് തോന്നും, പോയിട്ട് ഷവായ അല്ലെങ്കിൽ ഷവർമ്മ അല്ലെങ്കിൽ ഹെവി ആയിട്ടങ്ങ് കഴിക്കും. അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് വാങ്ങി കഴിക്കും. ഒന്നും നോക്കത്തില്ല, കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും. വളരെയധികം ഡേഞ്ചറാണ്. നമ്മുടെ കിഡ്നി, കരൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതങ്ങ് കാലക്രമേണ നമ്മളിത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് കിഡ്നി, കരൾ, പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാനായിട്ട് ഉള്ള കാരണം ഇതാണ്. പിന്നെ വരുന്ന സ്ട്രെസ്സുണ്ട്. ജോലിയുടെ സ്ട്രെസ്സ്, പിന്നെ മുതലാളിമാരുടെ പ്രശ്നങ്ങൾ, പിന്നെ വീടുകളിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ കൂടെ ഉള്ളവരുടെ തമ്മിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സ്ട്രെസ്സ്, പിന്നെ ജോലി പോകുമോ വരുമോ, വേറെ ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കുറേ സ്ട്രെസ്സുകൾ. ഇതാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ.